മുനമ്പം വഖഫ് ഭൂമി കേസിൽ കോഴിക്കോട് ഫറൂഖ് കോളേജിന്റെ നിലപാട് ശരിയല്ലെന്ന് സംസ്ഥാന വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ. കയ്യേറ്റം ഒഴിപ്പിക്കൽ നിയമപരമായി തുടരും. വഖഫ് ഭൂമി ആരു കയ്യേറിയാലും നടപടിയെടുക്കുമെന്നും അഡ്വക്കേറ്റ് MK സക്കീർ വ്യക്തമാക്കി. വഖഫ് ബോർഡ് മുമ്പാകെ കിട്ടിയിട്ടുള്ള കയ്യേറ്റങ്ങളെ സംബന്ധിച്ച് എല്ലാവർക്കും നമ്മൾ നോട്ടീസാക്കുന്ന നടപടികൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അത് വർഗീയമായിട്ട് ചിത്രീകരിക്കേണ്ട ഒരു അവസ്ഥയും ഇതിനകത്ത് നിലനിൽക്കുന്നില്ല. കയ്യേറുന്നവർക്ക് മതമുണ്ടോ ജാതിയുണ്ടോ? ഇതാണ് എൻ്റെ ഒരു ചോദ്യം. ആ ഒരു നിയമപ്രകാരമുള്ള ഒരു വസ്തുവിനെ കയ്യേറി കൈവശപ്പെടുത്തുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജാതിയോ മതമോ നമുക്ക് നോക്കേണ്ടതില്ല. ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. ദീപക്, അപ്പോൾ ഈ മുനമ്പത്തെ ജനങ്ങൾ ഒഴിഞ്ഞു പോകണം എന്നാണോ വഖഫ് ബോർഡ് ചെയർമാൻ വിശദീകരിക്കുന്നത്? അതാണോ അദ്ദേഹം പറയുന്നതിന്റെ ചുരുക്കം? വിജയകുമാർ, ഇത് വഖഫ് ബോർഡിൻ്റെ മലബാറിലെ ആസ്ഥാനത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വിളിച്ചേർത്ത വാർത്താ സമ്മേളനമായിരുന്നു. അതിലാണ് നമ്മൾ ചോദിച്ചത്. അതിൽ മുനമ്പവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പറഞ്ഞത് മുനമ്പത്ത് ബിസിനസ് സ്ഥാപനങ്ങൾ 12 എണ്ണത്തിനാണ് നോട്ടീസ് നൽകിയത്. അത് നിയമപരമായ നടപടി പോകുന്നുണ്ട്. മാത്രവുമല്ല, സർക്കാർ ഒരു കമ്മീഷൻ വെച്ചിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഈ ജാതിയും മതവും ഈ കയ്യേറ്റക്കാർ അതിനെ പ്രതിരോധത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് വഖഫ് ബോർഡ് ചെയർമാൻ വ്യക്തമാക്കിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കോഴിക്കോട് ഫറൂഖ് കോളേജിൻ്റെ സ്ഥലം വിൽപ്പനയുമായി ബന്ധപ്പെട്ട് കർക്കശമായ നിലപാടാണ് വഖഫ് ബോർഡിനുള്ളത് ും അദ്ദേഹം പറയുകയാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വഖഫ് ചെയ്ത സ്ഥലം പിന്നെ വിൽക്കാൻ ആർക്കും അധികാരമില്ല. ഫറൂഖ് കോളേജിൻ്റെ സ്ഥലം വഖഫ് ചെയ്യപ്പെട്ടതാണ്, അത് വഖഫ് ഭൂമിയാണ്. പക്ഷേ എന്നാൽ അത് വിൽക്കപ്പെട്ടിരിക്കുന്നു. ഈ വിൽപ്പനയ്ക്കെതിരായ നടപടി ആരംഭിച്ചിട്ട് 2 വർഷം കഴിഞ്ഞതിന് ശേഷം മുനമ്പം വിഷയത്തെ മറയാക്കിക്കൊണ്ടാണ് അവർ ഹർജിയുമായി മുന്നോട്ട് വന്നത്, പ്രതിരോധം തീർക്കാൻ തയ്യാറായത്. അതായത് കയ്യേറ്റക്കാരെ ഏതെങ്കിലും രീതിയിൽ ജാതിയോ മതമോ നോക്കി സംരക്ഷിക്കുന്ന പരിപാടിയില്ല. മാത്രവുമല്ല, വയനാട്ടിൽ ഒരു ഉസ്താദിനെതിരെ നടപടിയെടുത്ത കാര്യം കൂടി അതിൽ വഖഫ് ബോർഡ് ചെയർമാൻ വിശദീകരിച്ചു. ഏതായാലും ഈ കയ്യേറ്റ ഭൂമി ഒഴിപ്പിക്കുന്ന കാര്യത്തിൽ കർക്കശ നിലപാടുമായി വഖഫ് ബോർഡ് മുന്നോട്ട് പോകുമെന്ന സൂചന തന്നെയാണ് വഖഫ് ബോർഡ് ചെയർമാനും ബോർഡ് അംഗങ്ങളും ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. വിജയകുമാർ, യെസ്, കയ്യേറ്റം ഒഴിപ്പിക്കൽ നിയമപരമായി തുടരും. വഖഫ് ഭൂമി ആരു കയ്യേറിയാലും നടപടിയെടുക്കും. ഇക്കാര്യങ്ങളാണ് അഡ്വക്കേറ്റ് MK സക്കീർ, വഖഫ് ബോർഡ് ചെയർമാൻ, ഇന്ന് കോഴിക്കോട്ട് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്.